നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ നിലവിൽ റിക്കവറി പ്രോസസ്സിലാണ് ഉള്ളത്. നമുക്കറിയാം, അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതിൻ്റെ ശസ്ത്രക്രിയ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ഈ സീസണിൽ അദ്ദേഹത്തിന് ഇനി കളിക്കാൻ സാധിക്കില്ല എന്നുള്ളത് മാത്രമല്ല, അടുത്ത ഓഗസ്റ്റ് മാസത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയുക. അത് ബ്രസീലിൻ്റെ ടീം ഡോക്ടർ തന്നെ സ്ഥിരീകരിച്ചതായിരുന്നു. അടുത്ത കോപ്പ അമേരിക്ക ടൂർണമെന്റ് നെയ്മർക്ക് നഷ്ടമാകുമെന്നുള്ളത് ഉറപ്പാവുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ നെയ്മറുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ RMC സ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത്, ഒരു ഇൻഫ്ലുവൻസർക്കെതിരെ നെയ്മർ ജൂനിയർ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. 35-കാരിയായ സോഫിയ ബാർക്ലേക്കെതിരെയാണ് നെയ്മർ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. ഒരു ഇംഗ്ലീഷ് ഇൻഫ്ലുവൻസറാണ് അവർ. 2021 ഡിസംബറിൽ നെയ്മർ ജൂനിയറുമായി വളരെ ആഴത്തിലുള്ള ഒരു ബന്ധം തനിക്കുണ്ടായിരുന്നു എന്നാണ് ഇവർ ആരോപിച്ചിരുന്നത്. 3 അഭിമുഖങ്ങളിൽ ഇക്കാര്യം അവർ തുറന്നു പറയുകയും ചെയ്തു. പിന്നീട് നെയ്മർ ജൂനിയർ ഇത് രഹസ്യമാക്കി വെക്കണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടുവെന്നും ഇവർ ആരോപിച്ചിരുന്നു. എന്നാൽ ഇത് തീർത്തും വ്യാജമാണെന്നും ഈ ഇൻഫ്ലുവൻസറുടെ ആരോപണങ്ങൾ തന്റെ പ്രതിച്ഛായക്ക് കോട്ടം തട്ടിച്ചുവെന്ന് പറഞ്ഞുകൊണ്ടാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ ഈ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. 18,000 യൂറോ നഷ്ടപരിഹാരമായിക്കൊണ്ട് നെയ്മർ ജൂനിയർ ഇതിലൂടെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ പരസ്യ പ്രസ്താവന നടത്തിയ കാര്യത്തിൽ പിന്നീട് സോഫിയ മാപ്പ് പറഞ്ഞിരുന്നു. നെയ്മർ ജൂനിയറുടെ ആരാധകരുടെ വധഭീഷണികൾ വരെ തനിക്ക് ലഭിച്ചു എന്നായിരുന്നു ഇവർ ആരോപിച്ചിരുന്നത്. ഏതായാലും ഈ ഒരു കേസിൽ ഇതുവരെ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. വിധി ആർക്കാണ് അനുകൂലമാവുക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ നേരത്തെ നെയ്മർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ വ്യാജ ആരോപണങ്ങൾക്കെതിരെ തിരിച്ചടിക്കാൻ തന്നെയാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.